വചനം സത്യമോ? ദൈവവചനത്തിൻ്റെ സത്യസന്ധത. ആർക്കും വിശ്വസിക്കാവുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. കാരണം അതിൽ അവാസ്തവമായ ഒരു പ്രസ്താവനയുമില്ല. അതുതന്നെ ഈ ഗ്രന്ഥത്തിൻ്റെ ദൈവാത്മ നിശ്വസ്തതയ്ക്ക് തെളിവായിരിക്കുന്നു. ഈ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്ന് സങ്കീർത്തനം 119:89 പറഞ്ഞിരിക്കുന്നു. ബൈബിളിൽ തെറ്റു കണ്ടുപിടിക്കാൻ ശ്രമിച്ചവരെല്ലാം പരാജയം സമ്മതിച്ചു. 1000-ലേറെ വർഷങ്ങൾ കൊണ്ട് 38 എഴുത്തുകാർ 3 ഭൂഖണ്ഡങ്ങളിലിരുന്ന് 2 ഭാഷകൾ എഴുതി തീർത്ത ഈ പുസ്തകം ഒറ്റ ഗ്രന്ഥമായി സംയോജിക്കപ്പെട്ടിരിക്കുന്നത് വളരെ അത്ഭുതകരമായ നിലയിലാണ്. തെറ്റിക്കൂടാത്ത പ്രവചനങ്ങൾ ദൈവവചനത്തിൻ്റെ സത്യസന്ധതയ്ക്ക് നല്ല തെളിവാണ്. ഉദാഹരണമായി, യേശുക്രിസ്തുവിൻ്റെ അവതാരത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന നിലയിലും സമയത്തും സ്ഥലത്തും തന്നെ കൃത്യമായി സംഭവിച്ചുവല്ലോ. 1 കൊരിന്ത്യർ 15:3 തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള പ്രസ്താവനകൾ ശ്രദ്ധേയമാണ്. യെശയ്യാവ് 20:1 പറയുന്ന സർഗോൺ എന്ന രാജാവിനെക്കുറിച്ച് വേണ്ടത്ര ചരിത്രരേഖകൾ ഇല്ലാത്തതിനാൽ ബൈബിളിൽ തെറ്റുണ്ടെന്ന് എൻസൈക്ലോപീഡിയ ഓഫ് ബ്രിട്ടാനിക്കയിൽ രേഖപ്പെടുത്തുകയുണ്ടായി. എങ്കിലും പിൽക്കാലത്ത് നടന്ന ഗവേഷണങ്ങൾ മൂലം ആദ്യത്തെ പരാമർശം തിരുത്തുകയും ബൈബിൾ സത്യമാണെന്ന് സമ്മതിക്കുകയും സർഗോന്റെ ചരിത്രം ശരിയാണെന്ന് സമ്മതിക്കുകയും ചെയ്തു.